എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ഈസ്റ്ററിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചരി ഞാനൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കഴുകിയ ശേഷമാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പച്ചരിയൊക്കെ എടുക്കുമ്പോൾ അധികം പശയില്ലാത്ത പച്ചരി തന്നെ എടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അളവിൽ പച്ചരിയാണ് നമ്മൾ ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത്. അതേ സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിൽ തേങ്ങ ചിരകിയത് ഞാൻ എടുക്കുന്നുണ്ട്. അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 കപ്പ് അളവിൽ ചോറും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ള ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ട അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. വെള്ള അരിയുടെ ചോറാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു വെളുത്ത അപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈസ്റ്റിന് പകരം തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു ദിവസം ഒന്ന് പുറത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് പുളിപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാവെള്ളമാണ് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പഞ്ചസാര ചേർത്താണ് തേങ്ങാവെള്ളം നമ്മൾ പുളിപ്പിക്കാനായിട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നീട് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളവും വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം ഒരു തേങ്ങയുടെ വെള്ളമാണ് നമ്മൾ ഇതിനോട് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല ഫൈനായിട്ട് ഈ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളയപ്പം എന്ന് പറയുമ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ലല്ലോ, ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകി ഒരു ലേശം വെള്ളം കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൂട്ട് നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് ഞാൻ തലേദിവസം രാത്രിയിലാണ് അരച്ച് വയ്ക്കുന്നത് കാലത്തപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരു 8 മണിക്കൂറൊക്കെ നമുക്ക് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊളിച്ച് കിട്ടുന്നതാണ്. നമുക്ക് ഈസ്റ്റൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാൻ ഈ ഒരു രീതിയിൽ പറ്റുന്നതാണ്. നമ്മൾ അരച്ചു വെച്ചിരുന്ന മാവെല്ലാം പൊന്തി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കാലത്തപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് തലേദിവസം അരച്ചു വെച്ചിരുന്ന മാവാണിത്. കണ്ടോ, നല്ല രീതിയിൽ പതഞ്ഞ് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഈ ഒരു ബാറ്ററി തയ്യാറാക്കാം. ഇനി ഈ ഒരു ബാറ്റർ വെച്ചിട്ട് വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ തവയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുക്കണം. വെള്ളയപ്പം നമ്മൾ ഒത്തിരി അങ്ങ് പരത്തത്തില്ല, ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കത്തതേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് ആ ഒരു രീതിയിൽ 1 സൈഡായിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ തിരിച്ചും മറിച്ചുമായിട്ട് ആ ഒരു രീതിയിലാണ് വെള്ളയപ്പം തയ്യാറാക്കുന്നത്. നിറയെ ഹോൾസൊക്കെ വന്നിട്ടുള്ള വെള്ളയപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഈസ്റ്ററിന് കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനും പറ്റും. ചിക്കൻ സ്റ്റൂവും മട്ടൻ കറിയോ മുട്ടക്കുറുമയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് നല്ല കിഡ് കോമ്പിനേഷൻ ആയിട്ടുള്ള വെള്ളയപ്പം റെസിപ്പിയാണ്. നമുക്ക് അരി അരയ്ക്കാതെ അരിപ്പൊടി വെച്ചിട്ടും ഇതേ അളവിൽ ബാക്കിയുള്ള മെഷർമെൻ്റ് എടുത്തിട്ടും ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് കുറുക്കി ചേർക്കുകയോ ഒന്നും വേണ്ട. ഈ ഒരു രീതിയിൽ അപ്പം തയ്യാറാക്കി എടുത്താൽ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഈസ്റ്ററിന്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അപ്പമെല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2 സൈഡും തിരിച്ചും മറിച്ചിടാതെ ഒരു സൈഡ് നല്ലതുപോലെ നിറയെ ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാം. ഇന്നത്തെ ഈ ഒരു വെള്ളയപ്പം റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ മുന്നമേ തന്നെ നേരുകയാണ്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.